ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ബഹുമാനികളായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളുമെല്ലാം സ്വാലിഹായ അമലുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹിതന്മാർ, ഭാര്യ, സന്താനങ്ങൾ എല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. നമ്മുടെ സഹോദരന്മാർ പുണ്യഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ധർമ്മസമരം പരിപൂർണ വിജയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സഹോദരന്മാരെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതലായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ്. അഥവാ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും വിയോജിപ്പുകളുടെയും പേരിൽ പരസ്പരം അസഹിഷ്ണുതയോടുകൂടി വർത്തിക്കുകയും ഓരോ വ്യക്തികളെയും ഓരോ സംഘടനകളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരൊക്കെ പുത്തൻവാദികളാണ്, മുബ്തദിഉകളാണ് എന്നല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് അവരൊക്കെ കാഫിരീങ്ങളാണ്, കാഫിരീങ്ങളോട് പെരുമാറുന്നത് പോലെ അവരോട് പെരുമാറണം, അവരുമായി യാതൊരുവിധ ആത്മബന്ധവും പാടില്ല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പ്രചാരണങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഏകദേശം മുസ്ലിമീങ്ങളുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളവും ഒട്ടും പുറകിൽ അല്ല. അതിന് അവർ തെളിവായി ഒരുപാട് സിദ്ധാന്തങ്ങളും ഒരുപാട് പ്രമാണങ്ങളും ഒരുപാട് കഥകളും ഒരുപാട് സംഭവങ്ങളും ഉദ്ധരിക്കുകയും ചെയ്യും. ഇതിലും ആരും പിറകിലല്ല. പ്രത്യേകിച്ച് ഇതൊക്കെ പൊട്ടിപ്പുറപ്പെടൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ, മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ ഐക്യപ്പെട്ട് നിൽക്കേണ്ട, ഏറ്റവും കൂടുതൽ ഒരുമയോടുകൂടി നിൽക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ് വരുന്നത്, അപ്പോഴാണ് ഈ സംസാരങ്ങൾ മുഴുവനും ഉണ്ടാകാറുള്ളതും. അതാണ് ഏറ്റവും വലിയ ദുര്യോഗം. ഇപ്പോൾ പ്രത്യേകിച്ച് ജൂത സിയോണിസ്റ്റ് ഭീകരവാദികൾക്കെതിരിൽ പരിശുദ്ധ ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, പിറന്നു വീണ മണ്ണിൻ്റെ മോചനത്തിന് വേണ്ടി, അവനവൻ്റെ മതവും ആദർശവും അഭിമാനവും സമ്പത്തും സംരക്ഷിക്കാൻ വേണ്ടി പോർക്കളത്തിൽ ഇറങ്ങി ഒരു ചെറിയ സംഘം ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മളെക്കൊണ്ട് കഴിയുന്ന എല്ലാവിധ പിന്തുണയും നൽകേണ്ടതിന് പകരം അവിടെ ചെറുത്തുനിൽപ്പ് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ രക്തം പരിശോധിക്കുകയും അവരുടെ ജീൻ പരിശോധിക്കുകയും അവർക്ക് ആരോടാണ് ബന്ധം, ആ ബന്ധമുള്ളവർക്ക് ബന്ധം ആരോടാണ്, കരണ്ട് പിടിച്ചതുപോലെയാണ്. ഒരുത്തനെ കരണ്ട് പിടിച്ചു, അവനെ പിടിച്ചവനെയും പിടിച്ചു, അവനെ പിടിച്ചവനെയും പിടിച്ചു. ഇത് എവിടെയാണ് അവസാനിക്കുക എന്നറിയില്ല. അങ്ങനെ മുസ്ലിം സമുദായം നിലനിൽപ്പിൻ്റെ പേര്, നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ക്യാമ്പുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്നത്. അവരെ സഹായിക്കാൻ പാടില്ല. കാരണം അവരെ സഹായിച്ചാൽ നമ്മളും അവരെ പോലെയാണ് എന്ന് ആളുകൾ വിചാരിക്കും. അവരുടെ ആശയം പേച്ച ആശയമാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, പള്ളിയിൽ വെച്ച് ഖുനൂത്ത് ഓതാൻ പാടില്ല. നമ്മൾ ഈ കേരളത്തിൽ പോലും നമ്മുടെ പള്ളികളിൽ നമ്മൾ പലപ്പോഴും ഖുനൂത്ത് നിർവഹിക്കുന്നു മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രയാസം വരുമ്പോൾ. എന്നാൽ ഒരു നിസ്കാരത്തിൽ പോലും ഖുനൂത്ത് നിർവഹിക്കാത്ത ബോധപൂർവം മാറി നിൽക്കുന്ന അറബ് രാജ്യങ്ങളുണ്ട്. നിർവഹിക്കുന്നവരുമുണ്ട്, എല്ലാവരെയുമല്ല ഞാൻ പറയുന്നത്. വെള്ളിയാഴ്ചകളിൽ നമ്മൾ എത്ര വെള്ളിയാഴ്ചയോടെ സംസാരിച്ചു, ഉമ്മത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, മലയാളത്തിൽ പറഞ്ഞു, അറബിയിൽ പറഞ്ഞു.
എന്നാൽ ഒരു വെള്ളിയാഴ്ച പോലും 10,000-കണക്കിന് ആളുകൾ സംബന്ധിക്കുന്ന ജുമുഅകളിൽ ടെലിവിഷൻ ചാനലുകളിൽ ഔദ്യോഗികമായി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിന്റെ വെള്ളിയാഴ്ച പ്രഭാഷണങ്ങളിൽ ഒരു മിനിറ്റ് നേരം പോലും ഫലസ്തീനിലെ പ്രശ്നം പറയാൻ ബോധപൂർവം വിസമ്മതിക്കുന്ന മിമ്പറുകൾ അറബ് രാജ്യങ്ങളിലുണ്ട്. എനിക്കറിയാം, അവിടെയുള്ള ജനങ്ങളൊന്നും അതിന് പിന്തുണയല്ല. അവിടെയുള്ള പണ്ഡിതന്മാരിൽ മഹാഭൂരിഭാഗവും അതിന് പിന്തുണയല്ല. അവിടെയുള്ള പള്ളിയിലെ മിമ്പറിന്റെ മുകളിൽ ഖുതുബ നിർവഹിക്കുന്ന പണ്ഡിതന്മാർക്കൊക്കെയും പറയണമെന്നുണ്ട്. പക്ഷേ അവർക്ക് ഔദ്യോഗികമായി എഴുതി കൊടുക്കപ്പെട്ട കടലാസ് നോക്കിയല്ലാതെ പ്രസംഗിക്കാൻ കഴിയാത്ത കാലമാണ്. പണ്ഡിതന്മാരെ വായ ശീലടക്കപ്പെട്ട കാലമാണ്. അതുകൊണ്ട് എന്ത് പറയണം എന്ത് പറയരുത് എന്ന് തീരുമാനിക്കുന്നവർ പണ്ഡിതരല്ല, പണ്ഡിത കൂട്ടായ്മകളല്ല, മറിച്ച് നാട്ടിലെ ചില ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായി അറിയപ്പെടുന്ന അറബ് രാജ്യങ്ങളിൽ പോലും അറബികൾക്ക് വേണ്ടി, അവരുടെ എളാപ്പയുടെയും മൂത്താപ്പയുടെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ലാത്ത അവസ്ഥ. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും, സംസാരിക്കണ്ട, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പോലും പാടില്ലാത്ത അവസ്ഥയിൽ ഒരു സമുദായം ഞെരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സിദ്ധാന്തങ്ങൾ മെനഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകളാണ്. കാരണം അവൻ്റെ രക്തം പരിശോധിച്ച് നോക്കിയപ്പോൾ ചെറിയ തകരാറുണ്ട്. ഇതിൻ്റെ പേരിൽ തമ്മിൽ കാഫിറാക്കലും മുബ്തദിആക്കലും എല്ലാം വളരെ ജോറായ നിലക്ക് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം, അല്ലാത്തവർക്ക് അത് അറിയില്ല. ഇന്ന പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടില്ല എന്നും ആ പള്ളിയുടെ അടുത്ത് നമുക്ക് വേറെ പള്ളി ഉണ്ടാക്കണമെന്നും വരെ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാർ. സുബ്ഹാനല്ലാഹ്, എവിടേക്കാണ് ഈ സമുദായം എത്തുന്നത്? ചിലരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതിന് മറുപടി പണ്ഡിത വേഷധാരികളായ ആളുകൾ, നിങ്ങൾ ഹൈന്ദവനോ ക്രൈസ്തവനോ ആയാൽ പോലും നിങ്ങൾ ഇന്ന പാർട്ടി ആവാൻ പാടില്ല. ഇവിടെ പ്രസംഗിച്ചു കഴിഞ്ഞു. താടിയും തലപ്പാവുമുള്ളവർ, നിങ്ങൾ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ എന്തായാലും കുഴപ്പമില്ല, ഇതാവാൻ പാടില്ല. തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ടും പറയുന്നു, നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്തായാലും കുഴപ്പമില്ല, കുബൂരിയാവാൻ പാടില്ല. പറയുന്നില്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും? സഹോദരന്മാരെ, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു മതപ്രബോധകൻ, ഇവിടെ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, ഏതെങ്കിലും ഒരാൾ മറ്റൊരു നാട്ടിൽ പോയിട്ട് അവിടെയുള്ള നിരീശ്വരവാദികളെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ട് ഇസ്ലാമിലേക്ക് വരാൻ പറയുമ്പോൾ അവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രബോധകന്മാരുടെ കൂടെ നിൽക്കും. പ്രബോധകന്മാർ ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ളവരായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് വേറുള്ളവർ തിരിപ്പുണ്ടാക്കുക, അല്ല ഇജിപ്പോൾ എവിടുന്നാ വന്നത്, എവിടുക്കാ വന്നത്? ഇജിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ക്രിസ്ത്യാനിയായിരുന്നു, ഇപ്പം അതിനേക്കാളും വലിയ ഗുലുമാലാപ്പജി വന്നത്, ഇജ് നേരത്തെ വന്നോടത്തേക്ക് തന്നെ തിരിച്ചു പോയിക്കോ എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ സമുദായം സംഘടനാവൽക്കരിക്കപ്പെട്ടു പോയി. നമ്മുടെ സമുദായം മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടു പോയി. നമ്മുടെ സമുദായം ആരുടെയോ അമ്മിയുടെ ചുവട്ടിൽ വാല് കൊണ്ടുപോയി തിരികെ കഴിഞ്ഞു. സഹോദരന്മാരെ, ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത്. അവൻ ഇസ്ലാമിലേക്ക് വന്നു, ഇനി അവന് വല്ല കുഴപ്പവും തകരാറുണ്ടെങ്കിൽ അത് സ്വകാര്യമായിട്ട് അവനോട് പോയിട്ട് ആ കുഴപ്പത്തെക്കുറിച്ച് മാത്രമല്ലേ പറയേണ്ടത്. നീ പറഞ്ഞത് ശരിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്, നീ പറഞ്ഞത് ഏറ്റവും വലിയ കലിമത്താണ്. ആ കലിമത്തിലൂടെ നീ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞു. ആ കലിമത്തിലൂടെ നീ ഞങ്ങളുടെ സഹോദരനായി കഴിഞ്ഞു. പക്ഷേ നിന്നെ ഗൈഡ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ നിന്റെ കൂടെ നടക്കുന്ന ആളുകൾ, അവർക്ക് ചില പെശകുകളുണ്ട്. ആ പെശകുകൾ നിനക്കുണ്ടാകാൻ പാടില്ല. എന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ല ഇവിടെ പറയുന്നത്. നീ നേരത്തെ നിന്ന സ്ഥലവും ഇപ്പം നിൽക്കുന്ന സ്ഥലവും കണക്കാണ് എന്ന രീതിയിൽ പണ്ഡിതന്മാർ പോലും സംസാരിക്കുന്നു. പള്ളിയുടെ മുമ്പിൽ പള്ളി ഉണ്ടാക്കുന്നതിന് യാതൊരു അറപ്പുമില്ല. ഒരേ ആശയക്കാരായ ആളുകൾ, ഒരേ ആശയക്കാർ, അത് വലത്തുള്ളവരുമുണ്ട് ഇടത്തുള്ളവരുമുണ്ട്. ഞാനൊരു പ്രത്യേക ഒരു വിഭാഗത്തെക്കുറിച്ചല്ല പറയുന്നത്. ഒരേ ആശയക്കാരായ ആളുകളുടെ പ്രസ്ഥാനം 2ഉം 3ഉം പൊളിയായി മാറുമ്പോൾ ഓരോ പൊളികൾക്കും ഓരോ പള്ളി വേണം. അതും ഒരു പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഒരു 500-600 കിലോമീറ്റർ അപ്പുറത്താണെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഇമാമിങ്ങൾ ഉണ്ടാകും, നമ്മൾ അവരെ പിന്നിൽ നിസ്കരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ഞാൻ ചിലപ്പോൾ എനിക്ക് ആ പള്ളിയിലെ ഇമാമിനേക്കാളും ഇഷ്ടം ഇപ്പുറത്തുള്ള പള്ളിയിലെ ഇമാമിനെയാണ്. അദ്ദേഹത്തിൻ്റെ ഓത്തും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ആ നിലക്ക് എനിക്ക് ഒരു പള്ളി തിരഞ്ഞെടുത്ത് പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് തിട്ടൂരങ്ങൾ ഇറക്കുകയാണ്. ആ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല, ആ പള്ളിയിൽ നിസ്കരിക്കുന്നവർ ശരിയില്ല, ഈ പള്ളിയിലേക്ക് തന്നെ വരണം
ഇത് പാടില്ല ഒരിക്കലും. മുസ്ലിം മനസ്സുകളുടെ ഇടയിൽ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ സമുദായം കരുതലോടുകൂടെ ജാഗ്രതയോടുകൂടെ നിരീക്ഷിക്കാതിരുന്നാൽ നമ്മൾ എന്നോ തകർന്നടിഞ്ഞു പോകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? 1445 ഹിജ്റയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈമാറി നൽകിയിട്ടുള്ള പ്രകാശം, അതിൻ്റെ ശക്തിയും അതിൻ്റെ തെളിച്ചവും മങ്ങി 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 വലിയ പണ്ഡിതന്മാർക്ക് പോലും മതമെന്താണെന്ന് അറിയാത്ത ഒരു അവസ്ഥാവിശേഷത്തിലാണ് നമ്മളുള്ളത്. പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ പറയണോ? അതുകൊണ്ട് പിഴച്ചുപോയിട്ടുള്ള, വ്യതിയാനം സംഭവിച്ചു പോയിട്ടുള്ള ആളുകൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പോലും ഉണ്ടാകും. അവർക്ക് എക്സ്ക്യൂസ് കൊടുക്കാനുള്ള വിശാല മനസ്കത നമ്മൾ കാണിക്കണം. അവരോട് സംസാരിച്ചുകൊണ്ട്, സൗഹൃദ അന്തരീക്ഷത്തിൽ അവരോട് ഡയലോഗ് നടത്തിക്കൊണ്ട്, സംവദിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പ്രയത്നിക്കുക എന്നതിലപ്പുറം നമ്മൾ ഒരു കോർട്ടിലെ ജഡ്ജിനെ പോലെ, ഓൻ പുത്തൻവാദി, സലാം പറയാൻ പാടില്ല, ഇവൻ കാഫിർ, പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല, അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല, അവൻ്റെ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന രീതിയിൽ നമ്മൾ വിധികൽപ്പനകൾ പുറപ്പെടുവിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരുത്തി വെക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ചിലർ പറയും, അല്ല ഓൻ്റെ പെശക് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓതുണ്ടാക്കുന്ന മസലയിലും തല തടവുന്ന മസലയിലും എന്നുള്ള പെശകല്ലല്ലോ, ഗുരുതരമായ പെശകല്ലേ, അഖീദയിൽ പെശകല്ലേ എന്നാ പറയാം. അഖീദ എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ വിചാരിക്കും വലിയ എന്തോ ഒരു സംഗതി, ഇവൻ ഈ പറയുന്ന സംഗതി കിട്ടിയെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടുമെന്ന് വിചാരിക്കും. എന്നാൽ ഗുരുതരമായ സംഗതികളിൽ പോലും പെശക് സംഭവിച്ചവൻ മുസ്ലിം സമുദായത്തിലുള്ളൊരു മെമ്പറാണെങ്കിൽ അവന് എക്സ്ക്യൂസ് ഉണ്ട്. പരിശുദ്ധ ഖുർആൻ നിരവധി സൂക്തങ്ങളിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും രാത്രി കടന്നുറങ്ങുമ്പോൾ ഓതൽ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ സൂക്തങ്ങളിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളുടെ പ്രാർത്ഥന, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പടച്ചവനെ, നിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ, നീ പഠിപ്പിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ വിവരമില്ലാത്തതിൻ്റെ പേരിൽ, ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ, ഓർമ്മയില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വല്ല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ ലാ തുആഖിദ്നാ, ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ പടച്ചോനെ. ലാ തുആഖിദ്നാ ഇൻ നസീനാ, ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കരുത്. ഔ അഖ്തഅനാ, ഞങ്ങൾക്ക് പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നീ ശിക്ഷിക്കരുത് എന്ന് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത് പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. എന്നിട്ട് എന്തേ അള്ള പറഞ്ഞു? ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ, ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെ തഫ്സീറിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു, ഖാലല്ലാഹു നഅം വഫീ റിവായത്തിൻ ഖാല ഫഅൽതു. വിശ്വാസികൾ പ്രാർത്ഥിച്ചു. ആരാ പ്രാർത്ഥിക്കുന്നത്? സഹാബികളാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു മറുപടി കൊടുത്തു. എന്താ മറുപടി? ഖാല ഫഅൽതു, നിങ്ങൾ ചോദിച്ചത് ഞാൻ തന്നു. ഖാല നഅം, വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം ഖാല നഅം. നിങ്ങളെന്താ പറഞ്ഞത്? അറിയാതെ തെറ്റ് ചെയ്തു പോയാൽ, വിവരമില്ലാതെ തെറ്റ് ചെയ്തു പോയാൽ, ഓർമ്മയില്ലാതെ പെശക് സംഭവിച്ചു പോയാൽ ശിക്ഷിക്കരുത് എന്നല്ലേ നിങ്ങൾ എന്നോട് അപേക്ഷിച്ചിട്ടുള്ളത്? ഞാൻ ആ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഒരു വേള നമ്മുടെ നാട്ടിലുള്ള പലരും ഞങ്ങളെ നേതാവാണെന്ന് പറയുന്ന മഹാപണ്ഡിതൻ, സലഫി പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധ നേതൃത്വം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ മിൻഹാജുസ് സുന്നത്തിൻ നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബാക്കൾ പ്രാർത്ഥിച്ചപ്പോൾ അടിസ്ഥാനപരമായ കാര്യങ്ങളെന്നോ ശാഖാപരമായ കാര്യങ്ങളെന്നോ വേർപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അതിലെല്ലാം പെട്ടു. മുസ്ലിമായ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് അത്. അതിൽ ഒതുണ്ടാക്കുന്ന മസലയും പെട്ടു, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ കുറിച്ചുള്ള മസലയും പെട്ടു, പള്ളിയിൽ ജാറമുണ്ടാക്കുന്ന മസലയും പെട്ടു. ഞാൻ ഈ പള്ളിയിൽ ജാറത്തിനെ കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. നമുക്കതിനൊരു മടിയുമില്ല. നമ്മൾ ആദർശമായിട്ട് വെള്ളം കൂട്ടാതെ പറയുന്നവരാണ്. പക്ഷേ പരിധി വിടാൻ പാടില്ല. വിവരമില്ലാത്ത ആളുകൾക്ക് നൽകേണ്ട കൺസെഷൻ കൊടുക്കണം, അവർക്ക് നൽകേണ്ട ഇളവ് കൊടുക്കണം. മുസ്ലിം സമുദായത്തോട് കാരുണ്യം കാണിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. അള്ളാഹു അതിന് ഉത്തരം നൽകുന്നു.
വേറെയും ആയത്തുകൾ കാണാം. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ അവിടുത്തെ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ ഹുനൈൻ യുദ്ധത്തിലേക്ക് യാത്ര പോകുമ്പോൾ വഴിയിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വലിയ ആൽമരം പോലത്തെ, ഹൈന്ദവരൊക്കെ ആരാധിക്കുന്ന ആൽമരം പോലെയുള്ള, ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾക്ക് ആരാധിക്കാൻ വേണ്ടിയുള്ള മരം പോലെയുള്ള ഒരു മരമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ ഇജ്അൽ ലനാ ഹാദിഹി ശജറത ദാത അൻവാത്ത് കമാ ലഹും ദാതു അൻവാത്ത്. നബിയെ, നമ്മൾ മക്കയിൽ നിന്ന് വരുമ്പോൾ മക്കയിൽ ചില മരങ്ങളുണ്ടല്ലോ, ആ മരങ്ങളിൽ നമ്മുടെ നാട്ടിലെ ബഹുദൈവ ആരാധകർ, വിഗ്രഹാരാധകർ അവരുടെ ആയുധങ്ങൾ കെട്ടിത്തൂക്കുന്ന മരങ്ങളാണ്. നമ്മൾ ആയുധ പൂജ എന്ന് പറയാറുണ്ടല്ലോ. ക്ഷേത്രത്തിൽ ആയുധങ്ങൾ കൊണ്ടുപോയി വെക്കും, ബർക്കത്തിന് വേണ്ടി പേന കൊണ്ടുപോയി വെക്കും അമുസ്ലിമീങ്ങളായ ആളുകൾ. അതുപോലെ മക്കയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ നാട്ടിലുണ്ടല്ലോ ചില മരങ്ങൾ. ആ മരത്തിൻ്റെ അടുത്ത് അവർ പേനയും കൈക്കോട്ടും പിക്കാസും ആയുധങ്ങളും കൊണ്ടുപോയി വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നബിയെ, നമ്മക്കും വേണം ഒരു പുണ്യമരം. സഹാബികളെ ചോദിക്കുന്നത്, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അവരെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടുകാർക്ക് ആരാധിക്കാനുള്ള ഒരു മരമുണ്ട്. ആ മരം പോലത്തെ ഒരു മരം ഞങ്ങൾക്കും വേണം നബിയെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം ചുവന്ന് തുടുത്തു, ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്തൊരു ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ തൊള്ളയിൽ നിന്ന് പരിവാരങ്ങളെ അണികളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഫലസ്തീൻ ഭൂമിയിലേക്ക് നടന്നു പോകുമ്പോൾ ചെങ്കടൽ കീറിപ്പൊളിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കണ്ട ആ സമുദായം പുഴയും നദിയും കടന്ന് സമുദ്രം കടന്ന് അപ്പുറത്തെത്തിയപ്പോൾ അവർ മൂസാ നബിയോട് യാതൊരു അദബും ഗുരുത്വവും ഇല്ലാതെ ചോദിച്ചു, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹാ. അവർക്ക് കുട്ടി ദൈവങ്ങളുള്ളതുപോലെ ഞങ്ങൾക്കും വേണം കുട്ടി ദൈവങ്ങൾ. ഒരു അള്ളാഹു മാത്രം മതിയോ? ഞമ്മക്കും കുറച്ച് കുട്ടി ദൈവങ്ങൾ വേണം. അതുകൊണ്ട് മൂസ, ഒരു ദൈവം മാത്രം പോരാ, കുട്ടി ദൈവങ്ങളെയും ഞങ്ങൾക്ക് നിങ്ങൾ അനുവദിച്ചു തരണമെന്ന് മൂസ അലൈഹിസ്സലാമിനോട് അനുയായികൾ പറഞ്ഞ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ പറയുകയാണ് സ്വന്തം ശിഷ്യന്മാരോട്, നിങ്ങൾ ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം മൂസാ നബി അലൈഹിസ്സലാമിനോട് സ്വന്തം അണികൾ ചോദിച്ച ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യം? തനിച്ച ശിർക്കിൻ്റെ ചോദ്യമാണ്, തനിച്ച കുഫ്രിയത്തിൻ്റെ ചോദ്യമാണ്. ബോധപൂർവം അറിവുള്ളതോടുകൂടി ഒരുത്തൻ അങ്ങനെ ചോദ്യം ചോദിച്ചാൽ അവൻ ഇസ്ലാമിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്താണ്, അവൻ മുസ്ലിം അല്ല, അവൻ മുശ്രിക്ക് ആകുന്നു. പക്ഷേ ഇങ്ങനെ ചോദ്യം ചോദിച്ച സഹാബികളോട് അള്ളാഹുവിൻ്റെ റസൂൽ, നിങ്ങൾ കലിമ മടക്കി ചെല്ലണം, നിങ്ങളെ നിസ്കാരം ബാത്തിലായിട്ടുണ്ട്, നിങ്ങളെ വിവാഹബന്ധം വേർപെട്ടു പോയിട്ടുണ്ട്, നിങ്ങൾ കലിമ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവർക്ക് അറിയില്ല. അറിയാത്തവർ സമുദായത്തിലുണ്ടാകും. അവരെ പഠിപ്പിച്ചു കൊടുക്കലാണ് പണ്ഡിതൻ്റെ ബാധ്യത. വിവരമില്ലായ്മ നിർമ്മാർജ്ജനം ചെയ്യൽ അധ്യാപനത്തിലൂടെയാണ്, ആക്രോശത്തിലൂടെയല്ല, മുഖം കറുപ്പിച്ചുകൊണ്ടല്ല, ആയുധം ഉയർത്തി കാണിച്ചുകൊണ്ടല്ല. അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ചോദിച്ചത് ശിർക്കാകുന്നു. രണ്ടാമത് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഇത് സഹാബികളുടെ അനുഭവമാണ്. മുആദ് റളിയല്ലാഹു അൻഹു വിദേശ രാജ്യത്ത് നിന്ന് യമനിൽ നിന്ന് മടങ്ങി വരുന്നു. യമനിൽ നിന്ന് മടങ്ങി വരികയാണ് ദീർഘകാലത്തെ യാത്രയ്ക്ക് ശേഷം. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹിയെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാകും. ഞാനാണെങ്കിൽ യമനിൽ താമസിക്കുന്ന കാലത്ത് യമനിലുള്ള രാജാക്കന്മാരുടെ മുമ്പിൽ ആ നാട്ടിലെ ജനങ്ങൾ സുജൂദ് ചെയ്യാറുണ്ട്. നേതാക്കന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി സുജൂദ് ചെയ്യും. അപ്പോൾ എൻ്റെ നേതാവ്, ലോകത്തെ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ് കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വീണ് സുജൂദ് ചെയ്തു. റസൂലുള്ള പറഞ്ഞു, എഴുന്നേൽക്കൂ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? സുജൂദ് ചെയ്യേ. ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഞാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു. ഇത് പാടില്ല. സൃഷ്ടിക്ക് സുജൂദ് ചെയ്യുന്നതിൻ്റെ വിധി എന്താ? ശിർക്കല്ലേ? ഫതുഹുൽ മുഈനിൽ വരെ പറഞ്ഞില്ലേ സുജൂദുൽ ലി മഖ്ലൂഖിൻ, ഒരു പടപ്പിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യൽ ബഹുദൈവാരാധനയാണ്. എന്നാൽ മുആദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഏറ്റവും മഹാപണ്ഡിതന്മാരിൽപ്പെട്ടയാൾ, സാധാരണ സഹാബിയല്ല അദ്ദേഹം, വലിയ അഅലമുക്കും ബിൽ ഹലാലി വൽ ഹറാം. മുആദ് ഹലാൽ ഹറാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള പണ്ഡിതൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ
സർട്ടിഫൈ ചെയ്ത മഹാപണ്ഡിതനാണ് സുജൂദ് ചെയ്യുന്നത് പ്രവാചകന്റെ മുമ്പിൽ. പ്രവാചകൻ പറഞ്ഞു പാടില്ല, കലിമ ചൊല്ലാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ മുശ്രിക്കായി എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? വിവരമില്ലാത്തത് കൊണ്ട്. ചില ആളുകൾക്ക് തോന്നും, അല്ല അതൊക്കെ ഇപ്പോൾ ചോദിച്ച് പഠിച്ചാഞ്ഞൂടെ, എന്തിനാ പെട്ടെന്ന് പോയി സുജൂദ് ചെയ്യുന്നത്, ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം പഠിക്കണ്ടേ, പഠിക്കാതെ എങ്ങനെ ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ സഹോദരന്മാരെ, സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ അതിൻ്റെ മറുപടിയിലേക്ക് വരുന്നു. എന്താണ് അതിൻ്റെ മറുപടി? ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വിചാരിക്കുന്നവനല്ലേ പഠിക്കുകയുള്ളൂ. ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ആന്തരിക അവയവങ്ങൾക്ക് രോഗമുള്ളയാളാണ്, പക്ഷേ രോഗലക്ഷണങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. കിഡ്നി പേഷ്യൻ്റാണ്. അള്ളാഹു നമ്മെ എല്ലാവിധ രോഗത്തിൽ നിന്നും സലാമത്താക്കട്ടെ. കിഡ്നിക്ക് തകരാറുള്ളയാളാണ്. നാട്ടിൽ ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, വലിയ ഡോക്ടർമാരുണ്ട്, കുറഞ്ഞ കാശിന് രോഗം ചികിത്സിക്കാൻ കഴിയും. പക്ഷേ കിഡ്നിക്ക് തകരാറുള്ളത് അദ്ദേഹം അറിയില്ല, അദ്ദേഹം മരിച്ചുപോയി. അയാൾ അള്ളാഹിൻ്റെ അടുക്കൽ ഉത്തരവാദിയാണോ? ഒരിക്കലും ഉത്തരവാദിയല്ല. അല്ല, നീ എന്തേ ഡോക്ടറെ അടുത്ത് പോകാഞ്ഞ്? എത്ര ഡോക്ടർമാരുണ്ട് ഇവിടെ, ഫ്രീ ആയിട്ട് സൗജന്യ ചികിത്സ വരെ ഇവിടെ ഇല്ലേ, ചാരിറ്റി സെൻ്ററുകളില്ലേ? നീ എന്തുകൊണ്ട് രോഗത്തിന് ചികിത്സിക്കാൻ പോയില്ല എന്ന് ചോദിക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? ഞാൻ രോഗിയാണ് എന്നത് അദ്ദേഹം അറിയില്ല. അറിയാത്ത അദ്ദേഹത്തിനെതിരിൽ നമ്മൾ ആക്രോശിക്കാൻ പാടില്ല. എങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അദ്ദേഹത്തോട് പറയണം, നീ രോഗിയാണ് സഹോദര, നിന്റെ കിഡ്നിക്ക് തകരാറുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു ലബോറട്ടറിയിൽ പോയിട്ട്, ഒരു പരിശോധനാ കേന്ദ്രത്തിൽ പോയിട്ട് നിന്റെ കിഡ്നിക്ക് തകരാറുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തിയാൽ പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് മൂപ്പര് ഹോസ്പിറ്റലിൽ പോകും. അപ്പം അതുകൊണ്ട് നാട്ടിലൊക്കെ പള്ളിയില്ലേ, ഞങ്ങളെ നേതാക്കന്മാരില്ലേ, ഞങ്ങളെ പണ്ഡിത സംഘടനകളില്ലേ, പത്രമില്ലേ, മാസികയില്ലേ, ടെലിവിഷനില്ലേ, ചാനലുകളില്ലേ? ഇതൊന്നും ന്യായമല്ല. കാരണം നിങ്ങളെ പള്ളിയിലേക്ക് എനിക്ക് വരണമെന്ന് തോന്നണമെങ്കിൽ, നിങ്ങളെ ദർസിലേക്ക് വരണമെന്ന് എനിക്ക് തോന്നണമെങ്കിൽ ആദ്യം ഞാനൊരു വിവരമില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നണ്ടേ? മുആദ് റളിയല്ലാഹു അൻഹുവിന് തോന്നിയില്ല. കാരണം മുആദ് യമനിൽ കാണുന്നത് അനുയായികൾ നേതാക്കന്മാർക്ക് സുജൂദ് ചെയ്ത് ബഹുമാനിക്കലല്ലേ? എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് നബിയല്ലേ, ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണം. അപ്പം തെറ്റില്ല എന്ന് വിചാരിച്ചുകൊണ്ട് സുജൂദ് ചെയ്തു. അതുകൊണ്ട് എന്തേ ചോദിക്കാൻ എന്ന ഉത്തരം അവിടെ വരുന്നില്ല. അവർ വിവരമില്ലാത്തവരാണ്. അപ്പോൾ വലിയ പണ്ഡിതന്മാർക്ക് വിവരമില്ലായ്മ വരും. വലിയ പണ്ഡിതനല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകളുണ്ട്, മങ്കൂസ് മൗലൂദ് ഓതുന്നവരാണല്ലോ നമ്മളെ നാട്ടിലെ എല്ലാ പള്ളിയിലെ മൊയ്ലിയാന്മാരും. അങ്ങനെയാണ് നമ്മളെ നാട്ടിലെ പള്ളിയിലെല്ലാ മൊയ്ലിയാന്മാരും ഇപ്പം മങ്കൂസ് മൗലൂദ് ഓതുന്നവരാ. അതിൻ്റെ ഉള്ളിൽ ശിർക്കിൻ്റെ വരികളുണ്ട്. അതുകൊണ്ട് പിന്നെ ഞവരെ വേക്കിൽ നിസ്കരിക്കാൻ പാടില്ല. ആ പള്ളി നമുക്ക് ശരിയാവില്ല, വേറെ പള്ളി വേണം, തൊട്ടപ്പുറത്ത് തന്നെ. തൊട്ടപ്പുറത്ത് വേറെ പള്ളി ഉണ്ടാക്കുന്നതിന് ഞാനെതിരല്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ മനസ്സുകൾ അകറ്റുന്ന രീതിയിൽ പള്ളികൾ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയുള്ള പള്ളികൾ മദീനയിലെ മുനാഫിക്കുകൾ നിർമ്മിച്ചിരുന്നു. ആ പള്ളി പൊളിച്ചു കളയാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉത്തരവിടുന്നു. ആ പള്ളിക്ക് റസൂലുള്ള പേര് വെച്ചു, പരിശുദ്ധ ഖുർആനിൽ പേര് വെച്ചു, മസ്ജിദുൽ ഇറാർ, എടങ്ങേറിൻ്റെ പള്ളി എന്നാണ് അതിന് പേര് വെച്ചത്. പള്ളി എന്ന് പറഞ്ഞാൽ ഐക്യത്തിൻ്റെ കേന്ദ്രമാവണം. അവിടെ മതപരമായ കർമ്മങ്ങളിൽ പോലും ബേക്കിലുള്ള ആളുകളെ പരിഗണിച്ചുകൊണ്ട് വേണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് ബിസ്മി ഉറക്കെ ചെല്ലണോ മെല്ലെ ചെല്ലണോ? നിസ്കാരത്തിൽ ബിസ്മി ഉറക്കെ ചെല്ലുന്നതിന് വ്യക്തമായ തെളിവുകൾ പ്രമാണങ്ങളിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ലോകത്തുള്ള ഭൂരിഭാഗം മുസ്ലിമീങ്ങളും പതുക്കെയാണ് ബിസ്മി ചൊല്ലുന്നത്. എന്നാൽ ഷാഫി മദ്ഹബിൽ ഉറക്കെ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ചില നാട്ടിൽ ഷാഫിയാക്കൾ ഉണ്ടാകും. അപ്പോൾ ഇബ്നു തൈമിയ്യയോട് ചോദ്യം വന്നു. ഇതുപോലെ വേറെയും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നിസ്കരിക്കാൻ പോകുന്ന പള്ളിയിലുള്ള നാട്ടുകാർ ബിസ്മി ഉറക്കെ ഓതി ശീലമുള്ളവരാണെങ്കിൽ അവിടെ ബിസ്മി ഉറക്കെ ഓതിയാൽ മതി. കാരണം അവിടെ പോയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബിസ്മി മെല്ലെ ഓതിയാൽ ബേക്കിലുള്ള ആളുകളൊക്കെ കശപിശ പറയും, പ്രശ്നങ്ങളുണ്ടാകും, ജനങ്ങളുടെ ഹൃദയങ്ങൾ അകന്നു പോകും, 2 ഗ്രൂപ്പാകും, 3 ഗ്രൂപ്പാകും. ഒരു ഗ്രൂപ്പ് മുസ്ലിയാരെ കൂടെ നിൽക്കും, വേറൊരു ഗ്രൂപ്പ് കമ്മിറ്റിക്കാരെ കൂടെ നിൽക്കും. എത്ര സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരില്ലേ, അങ്ങനെയുള്ള കമ്മിറ്റിക്കാരില്ലേ? ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തോട് ഈ ഷെയ്ഖുൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നു, നീ അവിടെയുള്ള അവിടുത്തെ പ്രമാണം എന്താണെന്നുള്ളതിനേക്കാളും ഉപരി മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം എവിടെയാണ് എന്നതാ കാര്യം. മുഖത്ത് നോക്കി കാര്യം പറയുന്ന ആൾക്കാരെന്നൊക്കെ പറയും ചില ആൾക്കാരെ പറ്റി. മുഖത്ത് നോക്കിയാണ്ട് കാര്യം പറയുമ്പോൾ ആ നാട്ടിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തെന്നുള്ളതും കൂടി ചിന്തിക്കണം. സമുദായം 2ആയി പിളർന്നാൽ നിങ്ങൾ ഈ പറയുന്ന ഈ ആനക്കാര്യം ചേനക്കാര്യമായി പോകും. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അവിടെ നിങ്ങൾ ഉറക്കെ ബിസ്മി ഓതുക. ഇനി വേറെ ഒരു കാലാവസ്ഥ ഉണ്ടായി വരികയാണെങ്കിൽ ആ നാട്ടുകാരോടൊക്കെ നല്ലോണം ഇടപഴകി നല്ല സൗഹൃദത്തിൽ സംസാരിച്ചു, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ടു, അവർക്ക് ബോധ്യപ്പെട്ടു
ഇനി അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നാൽ നിങ്ങൾ ബിസ്മി മെല്ലെ ഓതിക്കോളി. സുബ്ഹാനല്ലാഹ്, ഇത്ര സിമ്പിളായി കൈകാര്യം ചെയ്യാവുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ പേരിലൊക്കെ ഇന്ന് ഖുനൂത്ത്, സുബഹിക്ക് ഖുനൂത്ത് ഓതിയാൽ അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറയുന്നവർ ആരോട്? കേരളത്തിലുള്ള മുസ്ലിമീങ്ങളുടെ സാഹചര്യത്തിൽ വന്നുകൊണ്ട്. പാടില്ല. നിങ്ങൾ ഖുനൂത്ത് ഓതുന്നില്ലെങ്കിൽ ഖുനൂത്ത് ഓതണ്ട. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, മൻ ഖനത ഫഹുവ ഹസൻ വമൻ ലം യഖുനത് ഫഹുവ ഹസൻ. ഖുനൂത്ത് ഓതി നിസ്കരിച്ചാൽ നന്നായി, ഖുനൂത്ത് ഓതാതെ നിസ്കരിച്ചാലും നന്നായി. സാദുൽ മആദിൽ അദ്ദേഹം പറഞ്ഞില്ലേ, എന്താണ് അത് ഉൾക്കൊള്ളാൻ നമുക്ക് പ്രയാസം? സമുദായത്തെ ഭിന്നിപ്പിക്കാതിരിക്കലല്ലേ വേണ്ടത് സഹോദരന്മാരെ? അതുകൊണ്ട് എന്താ പഠിക്കാത്തത്? മദ്രസകളില്ലേ, പള്ളികളില്ലേ എന്ന ചോദ്യം അപ്രസക്തമാകുന്നു. വലിയ വലിയ ഗുരുതരമായ മസലകളിൽ പോലും പെശക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. പണ്ഡിതന്മാർക്ക് പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ മുസ്ലിയാക്കന്മാരും മങ്കൂസ് മൗലൂദ് ഓതുന്നവരാണ്, അവർക്ക് യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്ന പ്രയോഗം തെറ്റാകുന്നു. എന്ന പ്രയോഗം തെറ്റാ, ശരിയല്ല. ഞാൻ ഈ പറയുന്നത് മങ്കൂസ് മൗലൂദിന് സപ്പോർട്ടായിട്ടുള്ള സംസാരമല്ല. ഞാനിപ്പോൾ പറയുന്നത് തക്ഫീർ അഥവാ മുസ്ലിമീങ്ങളെ കാഫിറാക്കുക. മുസ്ലിമീങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, റുഫിയാൻ ഉമ്മത്തി അൽ ഖതഉ വന്നിസ്യാനു വമസ്തുക്രിഹു അലൈഹി. എൻ്റെ സമുദായം മറ്റ് സമുദായത്തെ പോലെയല്ല. എൻ്റെ സമുദായത്തിന് ഒരുപാട് ഇളവുകളുണ്ട്. ആ ഇളവുകളിൽപ്പെട്ടതാണ് എൻ്റെ സമുദായത്തിന് പെശക് പറ്റിയാൽ, എൻ്റെ സമുദായത്തിന് മറവി പറ്റിയാൽ, എൻ്റെ സമുദായത്തിന് ഇക്റാഹ് പറ്റിയാൽ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്. റുഫിഅൻ ഉമ്മത്തി അൽ ഖതഉ വന്നിസ്യാനു വമസ്തുക്രിഹു അലൈഹി. അബൂ ദാവൂദ് റഹിമഹുള്ള സുനനിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ് അല്ലേ? എന്നാൽ നമ്മുടെ മുമ്പത്തെ സമുദായത്തിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ മുമ്പത്തെ സമുദായത്തിന് ഈ ഒരു ബഹുമാനം പലതും അള്ളാഹു കൊടുത്തിട്ടില്ല. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതലുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതാറില്ലേ? വലൻ തുഫ്ലിഹു ബഅദഹു അബദ ഇർജിഉ ഫീ ദീനികും വലൻ തുഫ്ലിഹു ബഅദഹു അബദ. സൂറത്തുൽ കഹ്ഫിൽ ഒരു ആയത്തിൽ അല്ലാഹ് പറയാണ്, അസ്ഹാബുൽ കഹ്ഫിനോട് കൂട്ടുകാർ പറഞ്ഞു, നിങ്ങൾ അങ്ങാടി പോയിട്ട് സാധനം വാങ്ങുമ്പോൾ ആരും അറിയാതെ പതുക്കെ വാങ്ങണം. കാരണം നമ്മൾ മുസ്ലിമീങ്ങളാണ്, നാട്ടുകാരൊക്കെ ബഹുദൈവാരാധകരാണ്. അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണെന്നുള്ളത് അവരറിഞ്ഞാൽ അവർ നിങ്ങളെ കാഫിറാകാൻ നിർബന്ധിക്കും. അങ്ങനെ കാഫിറാകാൻ നിർബന്ധിച്ചുകൊണ്ട് നമ്മൾ കാഫിറായി പോയാൽ വലൻ തുഫ്ലിഹു അബദാ, നിങ്ങൾ പിന്നെ ഒരിക്കലും നരകത്തുനിന്ന് കയറിപ്പോരൂല. അപ്പോൾ കണ്ടങ്ങൾ, അസ്ഹാബുൽ കഹ്ഫിൻ്റെ കാലത്തെ നിയമം അതായിരുന്നു. അവരെ ആരെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് കുഫ്രിയത്തിലേക്ക് കൊണ്ടുപോയാൽ പോലും അവർ നരകത്ത് പോകും. അവർക്ക് ഈ കൺസെഷൻ ഇല്ല, ഇളവില്ല. എന്നാൽ നമ്മുടെ സമുദായത്തിൽ അങ്ങനെയല്ല. ആരെങ്കിലും നമ്മെ നിർബന്ധിച്ചുകൊണ്ട് എന്തെങ്കിലും കുഫറിൻ്റെ വാക്ക് പറയാൻ വേണ്ടി നിർബന്ധിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞു എങ്കിൽ കുഫറിൻ്റെ വാക്ക് പറയാനുള്ള സമ്മതം നമുക്കുണ്ട്. അത് ഈ സമുദായത്തെ അള്ളാഹു ആദരിച്ചതാണ്. അതുപോലെ മറന്നു, ഓർമ്മ പെശകിപ്പോയി, പഠിച്ചപ്പോൾ തെറ്റിപ്പോയി, പഠിക്കുമ്പോൾ പെശകിപ്പോകും. എല്ലാവരുടെയും ബുദ്ധി ഒരുപോലെ വർക്ക് ചെയ്യുകയില്ല, അവർക്ക് ഇളവുണ്ട്. എത്രയോ ആയത്തുകളിലും ഹദീസുകളിലും ഇത് കാണാൻ കഴിയും. ഞാൻ നീട്ടിപ്പറയുകയല്ല. അതുകൊണ്ട് ഇത് മുസ്ലിം സമുദായത്തിനുള്ള ഇളവാണ്. ആലോചനയിലും ചിന്തയിലും പഠനത്തിലും പെശകിയാൽ അവർക്ക് ഇളവുണ്ട്. എന്നാൽ ഈ ഇളവ് മുസ്ലിം അല്ലാത്തവർക്ക് ഇല്ല. മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിൽപ്പെട്ട മുസ്ലിമീങ്ങൾക്കും ഇല്ല, ഇപ്പോൾ നിലവിലുള്ള അമുസ്ലിമീങ്ങൾക്കും ഇല്ല. കാരണം ചില ആൾക്കാർ അങ്ങനെ ചോദിക്കും, എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു ഇളവ് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ഹൈന്ദവരും ക്രൈസ്തവർക്കൊക്കെ ഈ ഇളവ് കൊടുത്തൂടെ? കാരണം അവരും കുറേ ആലോചിച്ചതിൻ്റെ ശേഷം പെശകിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു മതത്തിൽ അവർക്ക് പെശകില്ല. എന്തുകൊണ്ട്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയിലാണ് പിഴച്ചത്. അത് പിഴക്കാൻ പാടില്ല. അത് സൂര്യപ്രകാശമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് സൂര്യനാണ്. നട്ടുച്ച നേരത്ത് പൊന്തി നിൽക്കുന്ന സൂര്യൻ അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ കണ്ണിൻ്റെ തകരാറാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അവ്യക്തത വരാൻ സാധ്യതയുണ്ട്, പെശക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിന്തയിൽ പെശകിപ്പോകും, എക്സ്ക്യൂസ് നൽകപ്പെടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പോലെയല്ല. അപ്പം മറ്റുള്ള മതസ്ഥർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അവർക്ക് കിട്ടിയിട്ടില്ല. നട്ടുച്ചത്തെ സൂര്യൻ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് എക്സ്ക്യൂസ് ഇല്ല. അവർ എത്ര വലിയ ബുദ്ധിജീവികളാണെങ്കിലും അവർക്ക് എക്സ്ക്യൂസ് ഇല്ല. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. ഇസ്ലാമിൻ്റെ ഉള്ളിൽ വന്നവരങ്ങനെയല്ല, അവർക്ക് എക്സ്ക്യൂസും ഉണ്ട്.
ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പല ആളുകളും പെശകാണെന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് കാഫിറാക്കലും തുടർന്ന് നിസ്കരിക്കാതിരിക്കലും ചെറുത്തുനിൽപ്പ് സമരത്തെ പോലും കാലുവാരുകയും അവരെ പിന്തുണക്കാതിരിക്കുകയും ഒരു വേള അവരുടെ എതിരാളികൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം മുസ്ലിം ലോകത്തുണ്ടായി കഴിഞ്ഞാൽ അത് മഹാദുരന്തമാണ് സഹോദരന്മാരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പഴയ കാലത്ത് ഒരുപാട്, ഞാൻ അങ്ങോട്ട് നീട്ടിപ്പറയുകയല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇപ്പോൾ തക്ഫീറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവരെ പറ്റി നല്ലത് വിചാരിക്കണം. മറ്റുള്ളവരെ കാഫിരീങ്ങളെന്നും മുബ്തദീങ്ങളെന്നും സലാം പറയരുതെന്നും തുടരരുതെന്നും പറയുന്ന ആ ഒരു നിലപാട് മാറ്റണം. അതേസമയത്ത് നമ്മൾ നമ്മെക്കുറിച്ച് വിചാരിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മൾ നമ്മെക്കുറിച്ച് വിചാരിക്കേണ്ടത് നേരെ തിരിച്ചാണ്. പടച്ചോനെ, ഞാൻ ഈ ചെയ്യുന്നത് ശിർക്കാവാൻ സാധ്യതയില്ലേ? ജാറത്തിൽ പോയിട്ട്, കെട്ടിപ്പൊക്കിയ ജാറത്തിൻ്റെ അടുത്ത് പോയിട്ട് സിയാറത്ത് ചെയ്യാൻ പോലും പാടില്ല. എന്നിട്ടല്ല അവിടെയുള്ള ജാറ മുത്തുന്നത്, അവിടെയുള്ള ജാറ മൂടുന്നത്, പള്ളിയിൽ കബറുകൾ ഉണ്ടാക്കി കെട്ടിപ്പൊക്കുന്നത്, അത് ശിർക്കാണ് എന്ന് പണ്ഡിത ലോകം ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മങ്കൂസ് മൗലൂദിൽ ശിർക്കുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇല്ല എന്ന് കുറെ വേറെ ആൾക്കാർ പറഞ്ഞാൽ പോലും ശിർക്കുണ്ട് എന്നിവിടെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ തടി കാക്കണം. വേറുള്ള ആൾക്കാർ എനിക്ക് എക്സ്ക്യൂസ് തരുന്നുണ്ട് എന്ന് കരുതിയിട്ട് തീക്കളിക്ക് പോകാൻ പാടില്ല. അതും കൂടി ഞാൻ പറയാണ്. കാരണം എക്സ്ക്യൂസ് കൊടുക്കണം എന്നാൽ പിന്നെ അതും ആവാം ഇതും ആവാം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ കൃത്യമായ തൗഹീദിന്റെ വഴിയിൽ നിൽക്കണം, സുന്നത്തിന്റെ വഴിയിൽ നിൽക്കണം. അത് നമ്മൾ നമ്മെക്കുറിച്ച് പറയുമ്പം അങ്ങനെ പറയേണ്ടത്. കൃത്യത വേണം, വിഷയങ്ങളിലൊക്കെ കൃത്യത വേണം. ചെറിയ വിഷയമാണെങ്കിൽ പോലും കൃത്യത വേണം, ശാഠ്യം വേണം. പക്ഷേ ആ ശാഠ്യം നമ്മൾ നമ്മുടെ ശരീരത്തിൽ പ്രയോഗിക്കുക. അതേസമയത്ത് അപ്പുറത്തുള്ളവൻ ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ ഓൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഓൻ എൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഓൻ എൻ്റെ ആളല്ല. ഈ രീതി ഉണ്ടാകാൻ പാടില്ല. സ്വന്തത്തെ കാണേണ്ടത് പോലെയല്ല ഉമ്മത്തിനെ കാണേണ്ടത്. അത് വലിയ പണ്ഡിതന്മാരാണെങ്കിലും ചിലർ അങ്ങനെ പറയാം, വലിയ പണ്ഡിതന്മാരല്ലേ, എന്നിട്ട് ഓലിത് ചെയ്യുമ്പോൾ ഓൽക്ക് എങ്ങനെയാണ് നമ്മൾ എക്സ്ക്യൂസ് കൊടുക്കാൻ? ആരെ പറഞ്ഞ് വലിയ പണ്ഡിതന്മാരാണെന്ന്? മുആദ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ പണ്ഡിതനാണോ നിങ്ങൾ ഈ പറയുന്ന മുസ്ലിയാക്കന്മാരും മൗലവിമാരും? ഒരിക്കലുമല്ല. മാത്രമല്ല, വിമർശിക്കുന്ന നിങ്ങൾക്ക് പോലും തെറ്റുണ്ട്. വിമർശിക്കാൻ വേണ്ടി വന്ന നിങ്ങളില്ലേ, നിങ്ങൾ ഇപ്പോൾ എത്ര ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്? നിങ്ങൾക്ക് പോലും തെറ്റുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ നിങ്ങൾക്ക് പോലും പഠനം പൂർത്തിയായിട്ടില്ല. പിന്നെ അല്ലേ എൻ്റെ കഥ? അപ്പം നമ്മളെല്ലാവരും ഇനിയും പഠിക്കേണ്ടവരാണ്. പഠിക്കുന്നതിന് മുമ്പ് എടുത്തു ചാടിക്കൊണ്ട് ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ഒരു സംഗതി തെറ്റാണെന്ന് പറയലും ഒരാൾ കുറ്റവാളിയാണെന്ന് പറയലും രണ്ടും രണ്ടാണ്. ഒരു സംഗതിയെക്കുറിച്ച് അത് തെറ്റാന്ന് നമുക്ക് പറയാം, അത് തെറ്റാണ്, തീർത്തു പറയണം. അത് ശിർക്കാണ്, ശിർക്ക് തന്നെയാണ്, ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ ആ ശിർക്ക് ചെയ്യുന്നവനെ കുറിച്ച് ഓൻ എത്ര വലിയ മുസ്ലിയാരാണെങ്കിലും അവൻ മുശ്രിക്കാണ് എന്ന് പറയണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. ഞാൻ ആ നിബന്ധനകളിലേക്കൊന്നും ഇപ്പോൾ വരില്ല, നമ്മുടെ സമയം മതിയാവുകയില്ല. ആ നിബന്ധനകളൊന്നും ഇപ്പോഴത്തെ കാലത്ത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 1400 കൊല്ലങ്ങൾക്കധികം കഴിഞ്ഞുപോയി. നമ്മൾ നുബുവത്തിന്റെ പ്രകാശം അണഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് പോലും എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ കാലത്തുള്ള പാവങ്ങളുടെ കഥ പറയണോ? മാത്രമല്ല, ഇപ്പോൾ സംഘടനാ വൈരാഗ്യം വന്നതുകൊണ്ട് ഞാൻ പറയുന്ന തൗഹീദ് അവർ കേൾക്കുന്നില്ല. കാരണം എന്താ? ഓല പള്ളി ഞാൻ പോകില്ലാന്ന് തീരുമാനിച്ചതാണ്, പിന്നെ എങ്ങനെ തൗഹീദ് കേൾക്കുക? ഈ ഒരവസ്ഥ ഉണ്ടാക്കിയതാ നമ്മൾ തന്നെ. നമ്മൾ തമ്മിൽ കൊത്തി, നമ്മൾ തമ്മിൽ വിയോജിച്ചു. ആ വിയോജിച്ചതിൻ്റെ ശേഷം ഞാൻ പള്ളിയിൽ പോയി പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ പള്ളിയിൽ എൻ്റെ ആൾക്കാർ മാത്രമേ വരുള്ളൂ. അവരെ നന്നാക്കേണ്ട ആവശ്യമില്ലല്ലോ, അവർ നല്ലവരാണ്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ എൻ്റെ പള്ളിയിൽ വരില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന തൗഹീദ് അവർ കേൾക്കുന്നില്ല. ഇത് സംഘടനാ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ളതാണ്. അപ്പം പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവർ കേൾക്കുന്നത് വേറെ ഒരു പണ്ഡിതൻ്റെ പ്രസംഗമാണ്. ആ പണ്ഡിതനും വിവരമില്ലാത്തയാളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പേടി വേണം. ചെറിയ നിസ്സാര സംഗതികളിൽ പോലും ശിർക്ക് ഉണ്ടോ എന്ന് പേടിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തന്നെ പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക ഫീമാ അഅലമു വ അസ്തഗ്ഫിറുക ഫീമാ ലാ അഅലമു. പടച്ചോനെ, കൽപ്പിച്ചു കൂട്ടി ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. കാരണം എന്താ? കൽപ്പിച്ചു കൂട്ടി ശിർക്ക് ചെയ്ത നരകത്തിലാണ്, കയറിപ്പോരാൻ കഴിയില്ല. എന്നാൽ അറിയാതെ ശിർക്ക് ചെയ്താലോ? അറിയാതെ ശിർക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്കും അറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ അറിഞ്ഞോ അറിയാതെയോ ശിർക്ക് ചെയ്യുകയില്ല.
ഒരു നബിയും ചെയ്യുകയില്ല. എന്നിട്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചത് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാതെ ശിർക്ക് വന്നു പോകുന്നുണ്ട്. ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അറിയാതെയാണ്. അപ്പൊ അറിയാതെയാണെങ്കിൽ നരകത്തിലല്ല. എന്തുകൊണ്ട്? പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, പടച്ചവനെ, അറിയാതെ ചെയ്തു പോകുന്ന ശിർക്ക് നീ എനിക്ക് പുറത്തു തരണം. അപ്പൊ ശിർക്ക് അല്ലാഹു പൊറുക്കുവോ? ശിർക്ക് അല്ലാഹു പൊറുക്കൂല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസായിൽ 2 സ്ഥലത്ത് പറഞ്ഞു. അപ്പൊ ശിർക്ക് അല്ലാഹു പൊറുക്കൂല. അല്ലാഹു പൊറുക്കാത്ത ഒരു കുറ്റത്തെക്കുറിച്ച് പുറത്തു തരണേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കൂല. അപ്പൊ പിന്നെ പ്രാർത്ഥനയോ? അപ്പൊ തന്നെ മനസ്സിലായി, അറിയാതെ ഒരാൾ ശിർക്ക് ചെയ്തു പോയാൽ അയാൾ മുശ്രിക്ക് അല്ല. അയാൾക്ക് പ്രാർത്ഥനയുടെ ഉത്തരം കിട്ടും, അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് പ്രവാചകൻ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ അതുകൊണ്ട് ശിർക്കല്ലേ ചെയ്തത്? നിസ്കാരത്തിൻ്റെ ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന പോലെ ഒന്നും അല്ലല്ലോ, ശിർക്കല്ലേ. അതുകൊണ്ട് ഇളവില്ല, ഒരു വെട്ട് കഷ്ണം 2 എന്ന രീതിയിലുള്ള ഡീലിംഗ് കൊണ്ടാണ് ഒരു വേള നമ്മുടെ നാട്ടിലെ വലിയ ഒരു വിഭാഗം മാറി നിന്നത്. വാശിയാണല്ലോ, അവിടെ വാശി വന്നപ്പോൾ ഇവിടെയും വാശി വന്നു. അപ്പം അതുകൊണ്ട് അത്തരം വാശികളും ഒക്കെ ഒഴിവാക്കി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, സൂക്ഷ്മതയുടെ വഴിയിലൂടെ നീങ്ങുക. ഒരു പണ്ഡിതൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഷിർക്കാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് എനിക്കത് വേണ്ട. ഇനിയിപ്പോൾ ഷിർക്കല്ല എന്ന് തന്നെ വെക്കുക, പക്ഷെ ഒരു വലിയ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരു സൂക്ഷ്മതയിൽ സാധാരണക്കാർ നിന്നാൽ മതി. എന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. പരസ്പരം കലഹിക്കാത്ത ഒരു അന്തരീക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിലെ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ള മുസ്ലിമീങ്ങളുടെ ഇടയിൽ വരുത്തി തീർക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.